നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ മലയാളികളുടെ ഓണാഘോഷങ്ങളൊക്കെ ലളിതമാണ്. എങ്കിലും ഓണം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നൊരു ഉത്സവമല്ല. ഇന്ന് ഈ ഓണനാളിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനാണ്. മാഡം, ആദ്യമായി ഓണാശംസകൾ നേരുകയാണ്. നിങ്ങൾക്കും ഓണാശംസ. അഭിനന്ദനങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം അറിയിക്കുന്നു. കാരണം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് മാഡത്തെ സംബന്ധിച്ചിട്ട് ഒട്ടേറെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഓണമായിരിക്കും അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. എന്താ ഈ ഓണവിശേഷങ്ങളൊക്കെ എന്താ പറയാനുള്ളത്? സാധാരണ എങ്ങനെയാണ് ഓണം ആഘോഷിക്കാറ്? അതിൽ നിന്ന് ഇപ്പോൾ ഈ അവാർഡ് കൂടി വരുമ്പോൾ ഇത്തവണത്തെ ഓണം എങ്ങനെയാണ്? ഈ അവാർഡിനോടൊപ്പം സന്തോഷം ഉണ്ടെങ്കിലും ഒരു ദുഃഖം കൂടെ ഞങ്ങളുടെ ഫാമിലിയിൽ നടന്നു. ഒരു ആക്സിഡൻറ്റ്, മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊരു ഭാഗത്തിൽ ഇങ്ങനെ സങ്കടമുണ്ട്. എങ്കിലും നമ്മൾ ഈ സന്തോഷം സ്വീകരിക്കണം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമല്ലോ. സന്തോഷവും സങ്കടം ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം അതങ്ങനെ ആയിട്ട് അതുകൊണ്ട് ഓണം ഒരു വലിയ ആഘോഷമായിട്ടില്ല എങ്കിലും ഒരു അവാർഡിൻ്റെ തിളക്കത്തിലാണ് ഇതൊക്കെ കൂടെ ഒരുമിച്ച് വന്നൊരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് കാണുന്നത്? നാട് മൊത്തം, ഞങ്ങളുടെ അധ്യാപക മേഖലയിലും കുട്ടികളും, എൻ്റെ കുട്ടികളും നാട്ടുകാരും എല്ലാവരും ഈ അവാർഡിനെ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഈ ഓണക്കാലം എല്ലാവർക്കും. അധ്യാപിക കൂടിയാണ്, അത് പറയാൻ വിട്ടു തുടക്കത്തിൽ. ബീന ടീച്ചറാണ്. ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? പരിദൂർ CUP സ്കൂൾ. എത്ര വർഷമായി അധ്യാപക? 28 വർഷമായിട്ട് അധ്യാപക രംഗത്ത് തന്നെ തുടർന്നു വരികയാണ്. അധ്യാപക രംഗത്തോടൊപ്പമാണ് കലാജീവിതം, അതോ അതിന് മുന്നേ കലാജീവിതം ഉണ്ട്? എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ കലാരംഗത്തുണ്ട്. എങ്ങനെയാണ്, ഫാമിലി ആയിട്ട് കലാകുടുംബമാണോ? അച്ഛനും അമ്മയൊക്കെ കലാസ്വാദകരുമാണ്. കുറേ കഴിവുകളുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ കലാരംഗത്തേക്ക് വന്നത്? ഞാൻ 1ാം ക്ലാസ് മുതൽ ആംഗ്യപ്പാട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ ചെറിയ കഥ പറയുക, കവിത, ലളിതഗാനം, പിന്നെ ഡാൻസ് എല്ലാം ആയിട്ട് അങ്ങനെ ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് നാടകത്തിനെ ഒരു സീരിയസ് ആയിട്ട് കണ്ടതും. പിന്നെ സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഈ സ്കൂൾ തലത്തിൽ സ്കൂൾ പ്രോഗ്രാമുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലേ? അതെ. നാട്ടിൽ ഞങ്ങൾക്ക് ലൈബ്രറിയുടെ കീഴിൽ വാർഡ് മത്സരങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഓരോ വാർഡുകൾ തമ്മിൽ മത്സരം. അപ്പോൾ ഞങ്ങൾ തന്നെയാണ്, കുട്ടികൾ തന്നെയാണ് അതിങ്ങനെ സെറ്റാക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കും, ഞങ്ങൾ മത്സരിക്കും. അങ്ങനെ ഒരു പണ്ടേ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു ശീലം അങ്ങനെ ഉണ്ട്. ഈ വീട്ടിൽ നിന്നുള്ള അച്ഛൻ്റെ അമ്മയുടെ ആ സമയത്ത് അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവർ തന്നെയാ പറയുക, ഈ വാർഡിൽ ചെയ്ത് കൊടുത്താൽ അപ്പുറത്തെ വാർഡിൽ പോയി ചെയ്യും, അങ്ങനെയൊക്കെ അവർ തന്നെയാ പറയുക. അവർ തന്ന പ്രോത്സാഹനമാണ് ചെറുപ്പത്തിൽ. അതിനുശേഷം പിന്നെ കോളേജ് തലത്തിൽ ഒന്നും എനിക്ക് കുറച്ചും കൂടി ഒരു കലാപ്രതിഭയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? യൂണിവേഴ്സിറ്റി കലോത്സവം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മോണാക്ട്, മിമിക്രി, കഥാപ്രസംഗം, നാടകം ഒക്കെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. നാടകമാണ് മെയിൻ. ഈ അഭിനയത്തിലാണല്ലോ നമുക്ക് അവാർഡ് കിട്ടിയത്. അഭിനയത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്നത് നാടകത്തിലൂടെ തന്നെയാണ് അല്ലേ? നാടകത്തിലേക്ക് എത്തിപ്പെട്ടൊരു സാഹചര്യം ഇപ്പോൾ ഈ പരുതൂർ എന്നൊക്കെ പറയാൻ നമുക്കറിയാം, ഒരുപാട് പ്രതിഭകൾ പ്രത്യേകിച്ച് നാടകത്തിലൊക്കെ നമ്മൾ പേരുകേട്ട ആളുകളുള്ള സ്ഥലം കൂടിയായിരുന്നു. അവരെയൊക്കെ കണ്ട് അറിഞ്ഞിട്ടാണോ വരുന്നത്, അതോ കുട്ടിക്കാലത്ത് തന്നെ നാടകത്തിനോടൊരു ഇഷ്ടമുണ്ട്. അതങ്ങനെ സാഹചര്യങ്ങൾ വന്ന് ഞങ്ങളുടെ നാട്ടിലെ പാണി മാഷ് നാടകം എഴുതുന്ന മാഷായിരുന്നു. പിന്നെ അവരുടെ ഫാമിലിയിൽ തന്നെയുള്ള ഗംഗ സാറ്, ഗീത ടീച്ചർ, അതുപോലെ സാറ ടീച്ചർ, ചെറുകോടിൻ്റെ മകളായിട്ടുള്ള ചിത്ര ടീച്ചറൊക്കെ സജീവമായിട്ട് തിയേറ്റർ രംഗത്തുണ്ടായിരുന്ന കാലത്താണ് ഞാൻ പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് അവിടെ ചെന്നത്. അവിടെ നിന്നാണ് സീരിയസ് ആയിട്ട് ഒരു തിയേറ്ററിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലായത്. കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയുള്ള ഒരു റിഹേഴ്സൽ, ഒരു പ്രൊഡക്ഷൻ, അങ്ങനെ യൂണിവേഴ്സിറ്റി തലത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു, സമ്മാനം വാങ്ങുന്നു. അവിടെ നിന്നാണ് കൃത്യമായൊരു തിയേറ്ററിൻ്റെ ഒരു സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ CL ജോസിൻ്റെ നാടകങ്ങളായിരുന്നു. ഞങ്ങൾ ഗേൾസ് ഓൺലി കോളേജുകളിലായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണോ? അല്ല, ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലായിരുന്നു. അപ്പോൾ CL ജോസ് നാടകങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആണുങ്ങളുടെ വേഷമൊക്കെ പെണ്ണുങ്ങൾ തന്നെ കെട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. അത് ഞാൻ വായിച്ചു. അതായത് കൂടുതൽ ആണുങ്ങളെ വേഷമായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ ഹൈറ്റൊക്കെ ഉള്ള കാരണം എല്ലാവരും ആൺവേഷം എനിക്ക് തരും നാടകത്തിൽ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു പോന്നു. പിന്നെ ദേവഗിരി കോളേജ് കോഴിക്കോട്, അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആകാശവാണി നാടകങ്ങൾ ചെയ്തത്. ആകാശവാണി ആർട്ടിസ്റ്റായി അവിടെ നിന്ന് ഞാൻ ഓഡിഷനൊക്കെ പോയി.
ആർട്ടിസ്റ്റായിട്ട് പിന്നെ കോഴിക്കോട് ആകാശവാണിയിൽ അവിടെ റേഡിയോ നാടകങ്ങൾ കുറച്ച് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ബി എഡിൽ ഇതേപോലെ എല്ലാം മത്സരിച്ചു. പിന്നെ അധ്യാപന രംഗത്തേക്ക് വരുന്നു. ഈ ആകാശവാണിയിലെ എക്സ്പീരിയൻസ് പറഞ്ഞു അത് അമേച്ചർ നാടകങ്ങൾ തന്നെ ഓഡിയോ മോഡാണോ അതെങ്ങനെയാണ്? ഓഡിയോ അതിന് റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോ നാടകങ്ങൾ പറയുമ്പോൾ ഓഡിയോ മാത്രമല്ലേ ഉള്ളൂ. നമ്മളെ ആർട്ടിസ്റ്റ് വിളിക്കും, അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വോയിസ് മോഡുലേഷനൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസിനേക്കാൾ വെല്ലുവിളിയാണ് റേഡിയോ നാടകങ്ങൾ തീർച്ചയായിട്ടും. മറ്റേത് നമ്മൾ ബോഡി ഉപയോഗിക്കാം, ഫേഷ്യൽ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഇത് വെറുതെ സൗണ്ടിൽ മാത്രമല്ല ആ കഥാപാത്രത്തിനെ കേൾക്കുന്നവർക്ക് അത് ശ്രോതാക്കൾക്ക് അത് കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് സൗണ്ട് മാത്രം കേട്ടിട്ടാണ് അത്. അപ്പം അത്രയും എഫേർട്ട് അതിലെടുക്കണം. സൗണ്ടിൽ എത്ര മാക്സിമം എല്ലാ ഇമോഷൻസും വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. സാധാരണ ഒരു സ്റ്റേജ് പെർഫോമിനേക്കാൾ എഫർട്ട് ഒരു ഒറ്റ ടേക്കിൽ തന്നെയാണ് പോകാറ്. അവിടെ എങ്ങനെയായിരുന്നു? അവര് കുറേയൊക്കെ ശരിയാവാറുണ്ട്. നമ്മള് ചെറുപ്പം മുതലേ അതിനോടൊരു ഇൻട്രസ്റ്റും കുറച്ച് അങ്ങനെ ചെയ്തു വന്നത് കാരണം ഒന്നോ രണ്ടൊക്കെ ടേക്കിൽ തന്നെ ഓക്കെ ആയിട്ട് പോകാറുണ്ട്. മിമിക്രി പാട്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ മിമിക്രി ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി അന്ന് ഈ മിമിക്രി രംഗത്ത് വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ, പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. അതൊക്കെ എങ്ങനെയാണ്? ഞാൻ ഒരു 8ാം ക്ലാസ് മുതൽ ആണ് തുടങ്ങിയത്. ചെറിയ ഓരോ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴും ചില വാദ്യോപകരണങ്ങളുടെയൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയതായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ഒന്ന് മത്സരിച്ചളയാം വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ അതിന് നല്ലൊരു സ്വീകാര്യത ജില്ലാതലത്തിലൊക്കെ കിട്ടി. അന്നൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒന്നിച്ചായിരുന്നു മത്സരം. അങ്ങനെ സ്റ്റേറ്റിൽ നല്ല സ്റ്റേറ്റ് വിന്നർ ആയിട്ടുണ്ടോ? സ്റ്റേറ്റ് വിന്നർ 1ാം സ്ഥാനം കിട്ടി. ഈ യൂണിവേഴ്സിറ്റി കലാപ്രതിഭ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏത് കാലഘട്ടത്തായിരുന്നു? അത് 87-88 നാടകത്തിലായിരുന്നു? അത് അല്ല, മിമിക്രിയും മോണോ ആക്റ്റും രണ്ടും ഉണ്ടായിരുന്നു. രണ്ടിലും സമ്മാനം വാങ്ങി. അങ്ങനെയാണ് അത്. ഇൻഡിവിജ്വൽ ഐറ്റംസിൽ കിട്ടണം. അങ്ങനെയാണ് അന്ന്. അങ്ങനെ ചെറുപ്പം മുതലേ കലാരംഗത്ത് കൂടെ വന്നിട്ട് അങ്ങനെ മാറിക്കണം. ഇപ്പോൾ ഈ തടവ് എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ സ്റ്റേറ്റ് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സിനിമ അംഗീകാരം കിട്ടിയപ്പോൾ കുറേ ആളുകൾ അന്വേഷിച്ചു പെട്ടെന്ന് ആരായിരിക്കും ഈ ആൾ. ഞങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു. പിന്നീട് അറിഞ്ഞത് നമ്മുടെ നാട്ടുകാരിയാണ് എന്നൊക്കെ അറിഞ്ഞത്. വളരെ സന്തോഷം ഒരു അവാർഡ് പട്ടാമ്പിക്ക് കൊണ്ടുവന്നതിൽ. ഈ അവാർഡിൻ്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ഉർവശി ചേച്ചിക്കൊപ്പം ഇങ്ങനെ ഒരു അവാർഡ് പങ്കിടുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഒരു മാത്രമായിട്ടാണ് ഈ അവാർഡ് തരുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. ഈ ഉർവശി ചേച്ചിക്കുള്ള അവാർഡ് എന്ന് പറയുന്നത് എനിക്കും കൂടി ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ മുഖ്യധാരയിലൊന്നുമില്ല, എന്നെ ആരും അറിയില്ല. അപ്പോൾ റിലീസാവാത്തൊരു പടത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന് ഒറ്റ സിനിമ കൊണ്ട് അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകരത് എത്രത്തോളം എടുത്തോളണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതിനോടൊപ്പം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നടിയുടെ കൂടെ നമ്മളെ കരുതുമ്പോൾ അതാണ് ഈ അവാർഡിൻ്റെ തിളക്കം കൂട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിട്ടും അതാണ് ഒരു വിലയിരുത്തൽ വരുമ്പോൾ. ഉർവശി ചേച്ചി നമുക്ക് എല്ലാവർക്കും എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ചെറുപ്പം മുതൽ പല വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിച്ചിട്ടുള്ള ഒരു താരമാണ്. ശരിക്കും പറഞ്ഞാൽ ഉള്ളൊഴുക്കിനേക്കാൾ വിസ്മയങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് മുൻ സിനിമകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അതിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതിൽ വന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വേറെയുണ്ട് മുന്നേ ഉള്ള സിനിമകളുണ്ട്. പക്ഷെ അവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വേഷം എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മാറ്റ് എനിക്ക് തോന്നുന്നു കൂടുന്നത്. ഒരു അധ്യാപിക വേഷമാണല്ലോ, അംഗൻവാടി അധ്യാപികയായിട്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെട്ടത്? പിന്നെ ഫാസിൽ റസാഖിന്റെ 2 ഷോർട്ട് ഫിലിമുകൾ 2 അവാർഡുകളാണല്ലോ ഈ സിനിമയ്ക്ക് കിട്ടിയതില്ല. മികച്ച നവാഗത സംവിധായകൻ. അവർ അങ്ങനെ 2 അവാർഡുകൾ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായിട്ട് ഈ ചിത്രത്തിലൂടെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തോടുള്ള പരിചയം തന്നെയാണോ ഈ സിനിമയിലേക്ക് വഴി തുറന്നത്? 2 ഷോർട്ട് ഫിലിമുകളുടെ ഫാസിലിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫാസിൽ എന്നെ കേന്ദ്ര കഥാപാത്രമായിട്ടൊരു സ്റ്റോറി എഴുതി. അത് വായിച്ചപ്പോൾ എനിക്കും നല്ലൊരു ഉത്തരവാദിത്വമാണെന്ന് തോന്നി. ഒരു വെല്ലുവിളി തന്നെയാണ്. ഇത് ഭംഗിയാക്കിയാലാണ് സിനിമ മുന്നോട്ട് പോകുള്ളൂ. ഫാസിൽ റസാഖ് എന്ന് പറയുമ്പോൾ നല്ല സിനിമയിൽ അത്രയും പാഷനായിട്ട് നടക്കുന്നു, അതിൽ ഉയർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും ഇത് നന്നാക്കണം എന്ന് എൻ്റെ ആത്മാർത്ഥമായൊരു ചിന്ത. പിന്നെ ഫാസിലിൻ്റെ സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ട്. ഈ സിനിമയിലെ ഈ വേഷം ഇതിന് നേരത്തെയും ഈ സ്റ്റേറ്റ് അവാർഡിന് മുന്നേ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ, IFFK അവാർഡ് കിട്ടിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അവാർഡ്, ഈ സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ മേഡം ശരിക്കും പറയുമ്പോൾ? അങ്ങനെ ചോദിച്ചാൽ 2 തരത്തിലാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു പ്രതീക്ഷ വരും, പിന്നെ അത് വേണ്ട, ചിലപ്പോൾ അത് സംഭവിക്കാതിരുന്നാൽ വെറുതെ വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ ഇങ്ങനെ
കിട്ടിയാൽ സന്തോഷിക്കാം. പക്ഷെ ആളുകളൊക്കെ കുറേ പേരെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അതന്നെ നല്ല അവാർഡ് എന്ന് തോന്നിയിരുന്നു. കണ്ടവരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. IFFKയിലും അതുപോലെ ജിയോ മാമി, മുംബൈയിലൊക്കെ ഫെസ്റ്റിവലുകളിലൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അല്ല, ഈ ഉർവശിയോടൊപ്പം ആയിരുന്നു മത്സരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം ഒരാഴ്ച മുന്നേയൊക്കെ നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമല്ലോ, പാർവതി ഉർവശിക്ക് അടുത്ത മത്സരമാണ്, പിന്നെ വേറെ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ മത്സരിച്ച് അങ്ങനെ പോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഞാനതൊക്കെ വേറിട്ട് നിന്ന് കാണുന്നതായിരുന്നു. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടൊരു ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഈ ഞങ്ങൾ ഇതിനെ പറ്റി വാർത്ത വരുന്നു, അവാർഡ് കിട്ടിയപ്പോഴും മാഡം ഒരു വേദിയിൽ ഇവിടെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നാടകവേദിയിൽ. അത് കഴിഞ്ഞിട്ട് ഇത് അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണ് ഞാൻ, ഇത് 12 മണിക്കാണല്ലോ വന്നത്, 2 മണിക്ക് എൻ്റെ ഹൈസ്കൂളിൽ നാടകം ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ളൊരു തത്രപ്പാടായിരുന്നു ഇതിൻ്റെ സന്തോഷത്തിനേക്കാളും. അവിടെ എത്തി അത് പെർഫോം ചെയ്തപ്പോൾ എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത് ആ നാടകം കളിച്ചിട്ടാണ്. ആ നാടകം ഒന്നുകൂടി ഉഷാറാക്കി. അതെ. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ഉർവശി ചേച്ചിയെ കാണാൻ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അവര് അപ്പോഴേക്കും ചെന്നൈയിലേക്ക് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല, എനിക്ക് അങ്ങനെ വിളിക്കാനൊന്നുള്ള നമുക്ക് സാധ്യതകളൊന്നും ഇല്ലല്ലോ. എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. കാണണം ആഗ്രഹം. അവസരം കിട്ടി വന്നാൽ കാണാലോ. അവാർഡ് വാങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിലൊരു അംഗനവാടി അധ്യാപികയുടെ എത്രത്തോളം ആ വേഷം എത്രത്തോളം ശക്തമായിരുന്നു? ഒരു ഗീത ടീച്ചറിലെ അങ്ങനെ ഒരു സ്ത്രീയുടെ കഥാപാത്രം, ഏക കഥാപാത്രം തുറന്നു കാട്ടുന്നൊരു ശക്തമായൊരു. എനിക്ക് ആ കഥാപാത്രത്തിനോട് അടുക്കാനായിട്ട് സാധിച്ചത് ഞാനൊരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ് മുതലുണ്ട്. അപ്പോൾ ആ കുട്ടികളുമായി ഇടപഴകിയത് കൊണ്ട് ഈ കുട്ടികളായിട്ട് അത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല എനിക്കത്. ആ ഒരു ക്യാരക്ടറിനെ എടുക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ അംഗനവാടി ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. കാരണം അത്രയും മദർലി കെയർ കിട്ടേണ്ട ഒരു സ്റ്റേജാണ് അവർ. എല്ലാ സ്റ്റേജും അങ്ങനെ തന്നെ, പക്ഷെ കൂടുതൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കേണ്ട ഒരു കാലമാണ്. എല്ലാ തരത്തിലും അവർക്കൊരു കെയർ കിട്ടേണ്ട ഒരു കാലം. അത് ശരിക്കും ആ ടീച്ചർമാരാണ് അത് കൊണ്ട് നടക്കുന്നത്. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. സാമ്പത്തികമായിട്ടും ഒക്കെ അവർ വളരെ പിന്നോക്കാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ആ മേഖല ഒന്നും കൂടി താഴെ വിഭാഗത്തിലുള്ള ആളുകളായിട്ട് അവർ മാറ്റി നിർത്തപ്പെടുന്നതായിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് വർക്ക് ലോഡുകൾ വരുന്നു. ഒരുപാട് ടീച്ചർ മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് നാടിന്റെ. അതെ. അപ്പോൾ അതിനനുസരിച്ച് അവരെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ സംശയമാണ്. അതൊക്കെ മാറ്റം വരേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേഷം ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഈ വേഷം ചെയ്യുമ്പോൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലൊരു സ്ത്രീ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെയാണ് ഇതിൽ തടവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ സ്ത്രീ എന്താ വെച്ചാൽ ഒരു പ്രശ്നങ്ങൾക്കും ഒരു കീഴ്പ്പെട്ട് നിൽക്കാതെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്വതന്ത്രമായ ചില നിലപാടുകളുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അതിൽ കാണുന്നത്. ഈ ഫാസിലി കഥ പറഞ്ഞപ്പോൾ പൂർണ്ണമായി ആ ചിത്രത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും, ഈ കഥാപാത്രത്തെ ഏറ്റെടുക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ട് അതിലേക്ക് ആദ്യം ഒരു ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മെല്ലെ അതിനോട് അടുക്കുമായിരുന്നു. ഒരു റിഹേഴ്സൽ തന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടി. പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ നാളെ ഏത് ഷോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം ഒരു ഗൃഹപാഠമൊക്കെ ചെയ്ത് പോവും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എൻ്റേതായൊരു യുണീക്ക്നെസ് ഓരോ ഇമോഷനും വെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് കിട്ടിയ അംഗീകാരം തന്നെയാണല്ലോ ഈ അവാർഡ് എന്ന് പറയുന്നത്. ഈ അധ്യാപന ജീവിതവും കലാ ജീവിതവും കോർത്തിണക്കി കൊണ്ടുപോവുക എന്നതും കുറച്ച് റിസ്ക് ആണ്. എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഫാമിലി സപ്പോർട്ട് തന്നെയാണ് പ്രധാനം. പിന്നെ സഹപ്രവർത്തകരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഉള്ള ഒരു ടീച്ചറുണ്ട്, അനിത ടീച്ചർ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് സ്കൂൾ ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ നാടകത്തിന് പോകുന്നു. സ്കൂൾ വിട്ട് വന്ന് നാടകത്തിന് പോകുന്നു, നാടകം സെറ്റ് ചെയ്യുന്നത് വരെ. പിന്നെ നാടകം കളിച്ച് നടക്കണു. അതിൻ്റെ ഇടയിൽ അധ്യാപനം. രണ്ടും വേറിട്ടിട്ടായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെ ക്ലാസ്സിലും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതൊരു പെർഫോമൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അധ്യാപനം എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും വിഷയം കൈകാര്യം? ഞാൻ ലാംഗ്വേജ് ആണ്, മലയാളവും ഇംഗ്ലീഷുമാണ്. രണ്ടിനും തിയേറ്റർ സാധ്യതകൾ ധാരാളം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് നമ്മുടെ കലാപ്രവർത്തനം എന്ന് പറയുന്നത്. ഏതൊക്കെ മേഖലകളിൽ പോകാറുണ്ട് സാധാരണ? നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. കലോത്സവമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ പി ഭാസ്കര മാഷയുടെ പുകാസയുടെ ലൈബ്രറി പുകാസയുടെ ആഭിമുഖ്യത്തിൽ
പി ഭാസ്കരൻ മാഷയുടെ പാട്ടുകളെ ഒരു ദൃശ്യാവിഷ്കാരം ചെയ്തു, ഞാനും കുട്ടികളും കൂടിയിട്ട്. അതിപ്പോൾ 2-3 വേദികളൊക്കെ ചെയ്തു. അങ്ങനെ പോണം. ഈ ആറങ്കോട്ടുകരയുള്ള ശ്രീജ ചേച്ചിയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അവരാണോ ഒരു ഈ രംഗത്ത് നമ്മളെ പിന്നെ ഈ ഒരു കാലഘട്ടം, സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ആറങ്കോട്ടുകര കലാപാഠശാലയായിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വേറെയും കുറേ സംഘങ്ങൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ നാടകം കളിച്ച് പോകുന്നത് കലാപാഠശാലയുടെ ബാനറിലാണ്. ഞാൻ ഇപ്പോൾ ഒരു ഏകപാത്ര നാടകം ചെയ്യുന്നുണ്ട്, ഒറ്റ ഞാവൽമരം എന്ന് പറയുന്നത്. അത് ഞാനും വായിച്ചു. അതും ആ പാഠശാലയുടെ ബാനറിലാണ്. എന്തായിരുന്നു അങ്ങനെ ഒറ്റ ഞാവൽപരം എന്നൊരു ക്യാപ്ഷനായിട്ട് കണ്ടു ഞാനത്. അതിൻ്റെ ഒരു ഇതിവൃത്തം എന്തായിട്ടാണ് വരുന്നത്? അത് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള ഒറ്റപ്പെട്ടു പോയൊരു മുത്തശ്ശി ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട്, മകളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ജീവിക്കുന്നത് പോലെ, കൽക്കത്തയിൽ നിന്ന് എല്ലാ വേനലവധിക്കും നാട്ടിൽ വന്ന് ആ 2 മാസം മുത്തശ്ശിയോട് ഒന്നിച്ച് കഴിയുന്ന ആ കുട്ടികളുടെ ഓർമ്മയിൽ അടുത്തൊരു കൊല്ലത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും, മൺമറഞ്ഞു പോയ ആളുകളൊക്കെ കുറിച്ചുള്ള ഓർമ്മകളും അവരുമായിട്ടുള്ള സംസാരിച്ചുള്ള അങ്ങനെയുള്ളൊരു ഒറ്റപ്പെട്ട ഒരു ഒറ്റ ഞാവൽ മരമായിട്ട് അത് മാഡം തന്നെ എഴുതി. മാധവിക്കുട്ടിയുടെ കഥയാണ്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്ന് ഒരു ഏകപാത്ര നാടകമായിട്ട് ചെയ്താലോ എന്നൊരു ആലോചന. അത് ഞാൻ അവരുമായിട്ട് പങ്കുവച്ചു. അങ്ങനെ അതിന് രൂപപ്പെടുത്തി. എത്ര ദൈർഘ്യമുണ്ട് അതിന്? അതിന് 40 മിനിറ്റ്. 40 മിനിറ്റ് ഏകപാത്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കണം. വേദികളിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു 9 വേദി ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഇതാ ഈ ആഴ്ചയൊക്കെ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ഈ മാസമൊക്കെ കുറേ കളികളുണ്ട് വൈകുന്നേരങ്ങളിലുണ്ട്. എത്ര നാടകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ നാടകത്തോടുള്ള അഭിരുചി അടുത്ത കാലത്തൊക്കെയായിട്ട് കുറേ പിന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഈ നാടകത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിലൊരു ഇടപെടലൊക്കെ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ കുറേ സംഘങ്ങൾ, സാംസ്കാരിക പ്രവർത്തനം എവിടെ നടക്കുന്നു, ലൈബ്രറിയുടെ കീഴിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകൾക്കൊക്കെ നാടകം നന്നായി സ്വീകരിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളിപ്പോൾ കളിച്ച് നടക്കുമ്പോൾ അത് കാണാമല്ലോ. അപ്പോൾ പക്ഷേ സിനിമയുടെ അത്ര പ്രാധാന്യം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ 30 വർഷമായിട്ട് നാടകരംഗത്തുണ്ട്. അവിടെ നിന്ന് കിട്ടാത്ത ഒരു പ്രാധാന്യമാണ് ഇപ്പോൾ ഒരൊറ്റ സിനിമയിലൂടെ എനിക്ക് കിട്ടിയ അംഗീകാരം. അപ്പോൾ ഞാനതിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി ആ രണ്ടിൻ്റെയും വേർതിരിവ്, ഇത്രത്തോളം അന്തരമുണ്ടോ എന്ന് ഇപ്പോഴാണ് ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ കരിയർ മാറുന്നു എന്നുള്ള ഒരു. അപ്പോൾ എന്താ ഞാൻ സന്തോഷിക്കണമെന്ന് വെച്ചാൽ നാടകത്തിലൂടെ സിനിമയിലെത്തി. സിനിമ കാരണം എനിക്ക് നാടകം ഒരുപാട് വേദികളിൽ കളിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ പഴയകാല നടി നടന്മാരൊക്കെ എടുത്താൽ ഇവരൊക്കെ നാടകരംഗത്ത് കൂടെ ഇപ്പോൾ KPSC എന്നൊക്കെ വന്ന വലിയ പ്രതിഭകളാണല്ലോ ഉള്ളത്. പിന്നീട് ഈ ഇടക്കാലത്താണ് തോന്നുന്നു എനിക്ക് നാടകത്തിന് അല്ലാതെ സിനിമയിലേക്ക് വന്ന കുറേ ആളുകൾ. ഈ നാടകത്തിലൂടെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി തമ്മിലുള്ളൊരു വ്യത്യാസം കുറച്ചുകൂടി എളുപ്പമാണോ? എങ്ങനെയാണത് കൈകാര്യം ചെയ്യാൻ? എളുപ്പമാണോ ചോദിച്ചാൽ ചിലപ്പോൾ അത് ഒരുപാട് നാടകം ചില ആളുകളുടെ ആക്ടിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നാടകക്കാരൊക്കെ നാടകം വന്നിട്ടുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും എനിക്കൊരു പാഠമായിരുന്നു. കാരണം ഒരിക്കലും നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ നാടകം വരരുത് എന്നുള്ളൊരു ശ്രദ്ധ അതെന്നെ പഠിപ്പിച്ചു. നാടകക്കാർ സിനിമയിൽ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് നാടകങ്ങൾ വരുമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ച് ഒട്ടും നാടകം വരാതെ ശ്രദ്ധിക്കണമെന്ന് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ അത് സഹായിച്ചു. രണ്ടും തമ്മിൽ, അതായത് ഒരു നാടകത്തിന്റെ ഒരു ഭാവങ്ങൾ ഒരിക്കലും സിനിമയിലേക്ക് ആവശ്യമായി കഴിഞ്ഞാൽ ഒട്ടും ഏറ്റവും മിനിമലായിട്ടാണ് സ്ക്രീനിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും മിനിമലായാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ. അമേച്ചർ നാടകങ്ങളാണോ കൂടുതൽ? അത് അമേച്ചർ നാടകങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പ്രൊഫഷണലി ഇല്ല, അത് ഇല്ല. നമ്മളൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, പ്രൊഫഷൻ ഉണ്ട്. അപ്പം നമ്മളൊരു പ്രൊഫഷണൽ നാടകമായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ അതിന്റെ രീതികളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അമേച്ചർ രംഗത്ത് തന്നെയാണ് അതൊരു വേറൊരു രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യണതും അതിന്റെ പ്രമേയങ്ങളും എല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ തടവ് സിനിമയ്ക്ക് മുന്നേയും സിനിമ ചെയ്തിരുന്നു അല്ലേ? ഏതൊക്കെ ഫിലിംസ് ആയിരുന്നു? ഞാൻ മണികണ്ഠൻ പട്ടാമ്പിനെ അറിയാം. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പൊ ഞങ്ങള് നാടകം ഒരുമിച്ച് ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ മണികണ്ഠൻ പട്ടാമ്പിയും ബിജു വർമ്മയും കൂടിയിട്ടാണ് സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ MG ശശിയേട്ടൻ്റെ ഒരു സിനിമ IFFK അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സുദേവൻ പെരിങ്ങോടിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. തട്ടുംപുറത്തപ്പൻ, ക്രൈം നമ്പർ 18 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് ഫസൽ റസാഖുമായിട്ട് ബന്ധം. ഈ ഒരു സിനിമ തടവ് എന്ന സിനിമ ഇപ്പോൾ അവാർഡ് വിൻ ചെയ്തെങ്കിലും ഇതും പ്രേക്ഷകർക്ക് പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് കാണാൻ എന്താണ് നമുക്കൊരു മാർഗം? അത് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അത് സാമ്പത്തികം തന്നെയായിരിക്കും പ്രശ്നം തോന്നുന്നു. കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ തിയേറ്റർ റിലീസിന് ഒരുപാട് സാമ്പത്തികം ഉണ്ടല്ലോ.
അത് മുടക്കാൻ ആളുകൾ നമുക്ക് വേണ്ടി തയ്യാറായി വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. വേറെ എന്തൊക്കെയോ സാങ്കേതികതകളുണ്ട്, അത് മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആ ആക്ടിങ് സൈഡിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് അവർ നടക്കുന്നുണ്ട്, ചർച്ചകൾ, ശ്രമം നടക്കുന്നുണ്ട്. സിനിമ ഇപ്പോൾ ഒരു മികച്ച സിനിമയായിട്ട് കൂടി സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പ്രേക്ഷക സമൂഹത്തിന് മുന്നിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ്. ഇതൊരു ലോജിക്കായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒട്ടും ഇല്ല. ഇപ്പോൾ പുതിയ കുറേ ആൾ, ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ, OTT കൊടുത്തപ്പോൾ അത് നമ്മൾ വിചാരിക്കാത്ത പ്രതികരണങ്ങളാണ് അതിലുണ്ടായതെന്ന്. അതൊന്നും തിയേറ്റർ റിലീസ് വരാത്ത തിങ്കളാഴ്ച നിശ്ചയം പോലെയുള്ള നല്ല സിനിമകൾ, അതുപോലെ ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർ നല്ല രീതിയിൽ സിനിമയെ കാണുന്നു. പ്രമേയങ്ങൾ വ്യത്യാസമാണ്, പുതിയ പ്രമേയങ്ങൾ ഒരുപാട് തിരഞ്ഞെടുക്കുന്ന കാസ്റ്റിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണെന്നാണ്. എന്നാലും ആ സിനിമകൾക്കൊക്കെ ഒരുപാട് മൂല്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം സിനിമകളും കൂടി ഈ ഒരു രംഗത്തേക്ക് വരണം. അതിനുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അതിന് മറികടന്ന് ഇത്തരം സിനിമകളും തിയേറ്ററിൽ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെ. ഇത്തരം സിനിമകളും ആളുകൾ കാണേണ്ട സിനിമകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സിനിമ പ്രേക്ഷക സമൂഹത്തിന് മുന്നിൽ എത്താതെ പോവുകയാണ്. ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാട്ടുകാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാട്ടുകാരൊക്കെ ഉത്തരം മുട്ടിപ്പോവുക. ഞാൻ ചോദിക്കും, എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നമ്മുടെ സിനിമ എന്തായി. അപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഫാസിൽ റസാഖ് ഇപ്പോൾ ഒരു ഷൂട്ടിലാണ്. അപ്പോൾ അതിൽ ഫുൾ ടൈം നിൽക്കുമ്പോൾ അതിന് ഈ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി കുറേ സമയം ചിലവാക്കാനും പറ്റുന്നില്ല. അതും കുറേ പ്രതിസന്ധികളാണ്. ഇപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു മേഡത്തിനപ്പുറം നമ്മുടെ വീട്ടുകാരും നമ്മൾ അറിയപ്പെടുന്ന ടീച്ചർമാരൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ച് പേർക്ക് ഒരു ഷോ ഇവിടെ സിൻഡിക്കേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നടത്തി. നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും കുറച്ച് നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഷോ സിൻഡിക്കേറ്റിൽ വെച്ചു. അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ കാണാൻ. അത് ഈ അവാർഡിന് മുന്നേ ആണോ? അത് IFFK അവാർഡ് കിട്ടിയ പക്ഷേ ഈ അവാർഡ് വന്നതിന് ശേഷമാണ് ഈ സിനിമയും മേഡത്തിന്റെ കഥാപാത്രവും ഒക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നാട്ടുകാർക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും, ആ സിനിമ ഒന്ന് കാണണം, ബീന ടീച്ചറുടെ സിനിമ ഒന്ന് കാണണം, നമ്മളെ നാട്ടുകാർ അഭിനയിച്ച ഒരു ചിത്രമാണല്ലോ എന്നുള്ള. ഇപ്പം ഞങ്ങൾ പോസ്റ്ററൊക്കെ കണ്ടു, എല്ലായിടത്തും അഭിനന്ദന പോസ്റ്ററുകളാണ് കിട്ടി വരുമ്പോൾ. പക്ഷേ ആളുകൾക്ക് ഈ സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ തോന്നുമ്പോൾ ട്രെയിലർ നോക്കുകയാണെന്ന് പറയുന്നത്, ട്രെയിലർ കണ്ട സംതൃപ്തി അടയാന്ന് പറയുന്നത്. അതെ, അതിൽ നല്ലൊരു തന്നെ. ഈ കുട്ടികളുമായിട്ടുള്ള കലാജീവിതം നമുക്കറിയില്ല. കുട്ടികളെ കലാരംഗത്തേക്ക് കൊണ്ടുവരാൻ ടീച്ചർ വലിയ ആത്മാർത്ഥമായ കുറേ പരിശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് എങ്ങനെയൊക്കെ കണ്ടത്? അതൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുക തന്നെയാണ്. അതെ. അത് പാഠഭാഗമായിട്ടും ബന്ധപ്പെട്ടിട്ട് കലോത്സവത്തിൻ്റെ സമയത്തായാലും കലയെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പഠിച്ചു. അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിൽ. അതുപോലെ അതിന് താല്പര്യമുള്ള കുട്ടികളെ അതും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം. അതിലൂടെ നമുക്ക് ഒരുപാട് ഊർജ്ജം കിട്ടാനുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറിട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നുണ്ട്? ഞങ്ങൾ ഒരു 6-7 വർഷമായിട്ട് മിറാക്കിൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലബിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറിട്ടിട്ട് തന്നെ. അത് നമ്മൾ പാഠ്യപദ്ധതിയായിട്ട് തന്നെ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കലോത്സവത്തിന് ഞങ്ങൾ സ്കിറ്റ് ഉണ്ടാക്കും. ഞാനും വനിത ടീച്ചറും കൂടി തന്നെ ചെയ്യും. ഞങ്ങൾ സ്കിറ്റിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് 3 കൊല്ലം ജില്ലാതല 1ാം സ്ഥാനമാണ്. വെറും കലോത്സവം എയിം ചെയ്തിട്ട് മാത്രമല്ല, എല്ലാ കുട്ടികളെയും സ്റ്റേജിൽ കയറ്റുക. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് എന്നുള്ളതൊരു പ്രശ്നമാണ് കുട്ടികൾക്ക്. അതാണെങ്കിൽ ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, കുട്ടികൾക്ക് ധാരാളം കിട്ടേണ്ടതുമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ തിയേറ്ററിൻ്റെ സാധ്യതകൾ ഞങ്ങൾ തിരിച്ചറിയണതും. അത് ഞങ്ങൾ കുട്ടികളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. പാഠഭാഗങ്ങളെ നാടകം ചെയ്തിട്ടും കവിതേനെ കോറിയോഗ്രാഫി ചെയ്തിട്ടും ഇൻ്റർവ്യൂ, പാനൽ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം നമ്മൾ പ്രാക്ടിക്കലാക്കിയിട്ട് കുട്ടികളെ വേദിയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ബേസ് ചെയ്തിട്ടാണോ നടത്തുന്നത്? അതെ, പിന്നെ ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ ചെയ്യും. മറ്റുള്ള സ്കൂളുകളിൽ പോയിട്ട് മൊത്തം അവർ പറയും ഒരു 100-150 കുട്ടികളെയൊക്കെ ഒരു 1 ഡേ കോഴ്സൊക്കെ കൊടുക്കും, ഒരു വർക്ക്ഷോപ്പ്. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ ഒരു പെർഫോമൻസിൻ്റെ ഇതിലേക്ക് എത്തിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അധ്യാപകരൊക്കെ ഭയങ്കര സന്തോഷിക്കാറുണ്ട്. കാരണം കുട്ടികളെ എത്രയോ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഒരു പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. പക്ഷേ ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് അത് ചെയ്യാൻ പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഈ അവാർഡ് വിൻ ചെയ്ത ശേഷം ബീന ടീച്ചർ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടാവും. അവരൊക്കെ എന്താവശ്യപ്പെട്ടാണ് വിളിക്കുന്നത്? ഒരു അഭിനന്ദനം എന്നതിനപ്പുറം അഭിനന്ദനം പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷം, അവർക്ക് കിട്ടിയ അവാർഡ് പോലെ അവർ സന്തോഷിക്കുന്നു. ഒപ്പം ആദരങ്ങൾ, ഉദ്ഘാടനം, മുഖ്യാതിഥി, ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറേ മീഡിയ ഇൻ്റർവ്യൂ. അപ്പോഴും ഈ സിനിമയിൽ വലിയൊരു അവാർഡ് വിൻ ചെയ്തപ്പോഴും നാടകങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ഇല്ല, ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ ടീച്ചർ നാടകം കളിച്ച് ഉദ്ഘാടനം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുണ്ട്. കാരണം വെറുതെ സംസാരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യണേക്കാൾ പെർഫോം ചെയ്തിട്ട്. അവിടെയാണോ ഈ ഒറ്റഞ്ഞാവൽമാരൊക്കെ? അതെ, അതിപ്പോൾ ഈ അവാർഡിന്റെ മുന്നേ ഞാൻ കളിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടിയപ്പോൾ കുറച്ചും കൂടി ഉണ്ടല്ലോ ആളുകൾക്ക്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ. അതെ, അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. അവാർഡ് മുന്നേയും ഞാൻ ഇപ്പോൾ ജൂൺ മുതൽ തന്നെ
എന്താ വിദ്യാരംഗത്തിൻ്റെ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വാർഷികങ്ങൾ കഴിഞ്ഞ മാർച്ചിലൊക്കെ വാർഷികം, അപ്പോഴൊക്കെ ഇതേപോലെ നാടകം ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യുക. സംസാരിക്കണേക്കാൾ ഇഷ്ടം എനിക്കതാണ്. നാടകം കളിച്ച് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഈ ഒരു വേഷം ഇപ്പോൾ ആളുകൾ ഏറ്റെടുത്തു. നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇനിയിപ്പോൾ പുതിയ വേഷങ്ങൾക്ക് സിനിമയിൽ നിന്ന് അവസരം വന്നിട്ടുണ്ടോ? എന്താണ് പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള പ്രേക്ഷകരായിട്ട്? വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തൃപ്തിയായിട്ടുള്ള ഒരു രീതിയിലാണ് വന്നിട്ട്. നല്ല വേഷങ്ങൾ വ്യത്യസ്തമായി നല്ല ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ ചെയ്യാൻ ഇഷ്ടമാണ്. അത് വന്നിട്ടില്ല. പ്രമുഖ സംവിധായകരോ അല്ലെങ്കിൽ നടന്മാരോ ആരെങ്കിലും ഈ അവാർഡിന് ശേഷം? ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറും ഡയറക്ടറുടെ നമ്പർ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്നെ വിളിച്ചു. കുറേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ കുറേ തിരക്ക് കാരണം. എന്നെ നേരിട്ട് വിളിച്ചത് ഇപ്പോൾ 3-4 എണ്ണം ഉണ്ട്. അതൊന്നും എനിക്ക് അങ്ങനെ അത്രയ്ക്കും ഒരു തൃപ്തിയായിട്ടില്ല. തൃപ്തിയായിട്ടില്ല. നമ്മളൊരു സെലക്റ്റീവായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വെറുതെ കുറേ സിനിമയ്ക്ക് വേണ്ടി സിനിമയിലേക്ക് വരുന്നില്ല. ക്യാരക്ടർ നമുക്ക് യോജിച്ച ക്യാരക്ടർ ആണെങ്കിൽ അത് പഠിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ കലാജീവിതം ഇങ്ങനെ നാടകവും സിനിമ അധ്യാപനമായിട്ട് പോകാലോ. സിനിമയൊക്കെയാണ്. ഇപ്പം മാഡം ലളിതഗാനമൊക്കെ ആയിരുന്നു നേരത്തെ പഠിച്ചു. കുറച്ച് പാട്ട്, വലിയ പാട്ടുകാരി പാടാൻ കഴിയും? ഒരു 2 പേര് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാങ്കുളി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. സകലകല വല്ലഭയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല മേഖലകളിലുള്ള ആളുകളായിട്ട് പരിചയപ്പെടും. ഇതിൻ്റെയൊക്കെ ഒരു അംശങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? പ്രൊഫസർ സാറാ ജോസഫ് പട്ടാമ്പി കോളേജിൽ പഠിക്കുമ്പോൾ അധ്യാപികയായിരുന്നു. അവരെ നാടകക്കളരിയിൽ അവരെല്ലാവരും ചേർന്നിട്ടാണ് നാടക കളരിയിൽ ഉണ്ടായിരുന്നത്. സാറാ ജോസഫുമായിട്ട് ഇപ്പോഴൊക്കെ കാണാറുണ്ട്? ഞാൻ പഠിത്തം വിളിച്ചിരുന്നു ടീച്ചറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ടീച്ചറെ ഇങ്ങനെ വെറുതെ കാണാൻ തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ടീച്ചറെ വിളിച്ചു. അപ്പോൾ ടീച്ചർ തീരെ വയ്യാതെ പനിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു സാറാ ജോസഫ് എൻ്റെ ഒരു ടീച്ചറായിരുന്നു. അതല്ലേ? കൊല്ലാണ് അവർ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോയതെന്ന് തോന്നുന്നു. എനിക്ക് അവരെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എങ്കിലും പരുതൂർ പോലുള്ള ഗ്രാമം നമുക്കറിയാം. നമ്മുടെ ഗൃഹാതുരകൾ പേറുന്ന വളരെ സാംസ്കാരിക സമ്പന്നമായൊരു ഗ്രാമമാണ്. കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഓണത്തെ പറ്റിയിട്ടുള്ള ഒരു ഇതൊക്കെ? അച്ഛൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. കുറേ കുട്ടികൾ, 12ഓളം കുട്ടികളുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികളുണ്ട്. ഞങ്ങളെല്ലാവരും പൂ പറിക്കാൻ പല തൊടിയിലും പറമ്പിലും അതുപോലെ പാടത്തൊക്കെ പോയിട്ട് പൂ പറിച്ച് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളങ്ങളൊക്കെ ഇട്ടിരുന്നു, പൂ വിളിച്ചിട്ടൊക്കെ. പിന്നെ തൃക്കാക്കരപ്പനെ വെക്കുക. അപ്പോൾ ആ നേദിക്കാനായിട്ട് ഭയങ്കര മത്സരമായിരുന്നു. കാരണം നേദിക്കുമ്പോൾ അതിലൊരു പഴമൊക്കെ കിട്ടുമല്ലോ, അതിനുവേണ്ടി ഭയങ്കര മത്സരമായിരുന്നു. ഞാനന്ന് നേദിക്കുക പറഞ്ഞിട്ട് നല്ല അടിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മകൾ. കായ വറുത്തതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തു കൂടിയൊക്കെ വാരി കൊണ്ടുപോയി തിന്നുക. കട്ട് തിന്നുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അങ്ങനെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ മാറി ഇപ്പോൾ അണുകുടുംബങ്ങളായതോടെ നമ്മുടെ ഈ പഴയ കൾച്ചറൊക്കെ പോയി തോന്നുന്നുണ്ടല്ലേ? അതെ. പിന്നെ എന്താ വെച്ചാൽ അന്ന് ഇപ്പോഴത്തെ ആളുകൾ ഓർക്കുമ്പോൾ അന്നത്തെ ഓണം നല്ല ഓണം, അന്നത്തെ ഓണമൊക്കെ എന്താ ഓണം എന്നൊക്കെ പറയും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ ഓണം അവർ ഈ അനുഭവത്തിലൂടെ അത് ആസ്വദിക്കുന്നത്. നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിട്ടാണ് കമ്പാരിസൺ. അതെ. കുട്ടികൾക്ക് ഇപ്പോൾ അത് അവരുടെ ഓണം എന്ന് പറയുന്നത് നല്ല നിറമുള്ള ഓണം തന്നെയാണ്. അവരെ സംബന്ധിച്ചിട്ട് ഇതാണ് നിറമുള്ള ഓണം. സ്കൂളിൽ എങ്ങനെയാണ് ഓണാഘോഷങ്ങളൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട്? നല്ല രസമായിട്ട് പോകാറുണ്ട്. കാരണം എല്ലാ ക്ലാസ്സിലും ഓണപ്പൂക്കളിടും. അവർ തമ്മിൽ മത്സരം ഉണ്ട്. പിന്നെ ഓണപ്പാട്ടുകൾ പാടും. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാഫൊക്കെ കൂടിയിട്ട് ഒരു തുമ്പിതുള്ളല് പുലിക്കളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര രസമായി. ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ PTA-കാരും അധ്യാപകരും ഒക്കെ കൂടിയിട്ട് സദ്യ ഒരുക്കും. രാത്രി ഇരുന്നിട്ട് പിറ്റേ ദിവസം കുട്ടികൾക്ക് വിളമ്പാനുള്ള എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കും. ഇലയിൽ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഓണക്കളികൾ, ഉച്ചയ്ക്ക് ശേഷം ഓണക്കളികൾ. അങ്ങനെയൊക്കെയാണ്. ഇത്തവണ സ്കൂളിലേക്ക് ഒന്നും കൂടി ഗംഭീരമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അവാർഡൊക്കെ കിട്ടി. ടീച്ചറെ അവർക്ക് അറിയാവുന്ന ആളുകളാണെങ്കിൽ കൂടി ഈ അവാർഡിൻ്റെ തിളക്കത്തിൽ നിൽക്കുമ്പോൾ സ്കൂളിൽ എനിക്കൊന്ന് കുറച്ച് സ്പെഷ്യാലിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓണത്തിന് വെച്ചിട്ട് സ്പെഷ്യലായിട്ടുള്ള പരിപാടികളില്ല. എങ്കിലും ഒരു നല്ല പരിപാടി സംഘടിപ്പിക്കാൻ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
ആദരവ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അതിന് ഈ പിന്നെ അവാർഡ് ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പരിപാടികൾ അവർ അല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും തന്നെ അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരുന്ന ആദരവല്ലേ. അപ്പോൾ കലാരംഗത്ത് ഇനി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സിനിമയിൽ അവാർഡ് കിട്ടിയെങ്കിൽ കൂടി അതിനപ്പുറം നമുക്ക് കുറച്ചുകൂടി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കൊരു ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, പാട്ടും പറച്ചിലെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് പാട്ട് പാടുക, അതിൻ്റെ ഇടയ്ക്കിൽ ചെറിയ പെർഫോമൻസ്, ചെറിയ കഥകൾ പറയുക, അത് അഭിനയിച്ച് പറയുക, അത് ഒരു പ്രത്യേകിച്ചൊരു ഫോർമലായിട്ടുള്ള ഒരു സ്പേസിൽ അല്ലാതെ ഇൻഫോർമലായിട്ട് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പരിപാടി നടക്കാൻ വൈകുമല്ലോ. അപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു പെട്ടെന്ന് നടത്തുന്ന ഒരു ഇൻഫോർമലായി നടത്തുന്ന ഒരു സംഭവം, അതിന് കുറേ പാട്ടുകൾ ശേഖരിച്ചും കൊണ്ടിരിക്കണു ഞാൻ. എന്നാണത് സാക്ഷാത്കരിക്കുക എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അല്ല, ഇപ്പോൾ കുറച്ച് തിരക്കുകളുള്ള കാരണം ഞങ്ങൾക്ക് അക്കാദമിക് കുറേ നഷ്ടപ്പെടുന്നുണ്ട് ദിവസങ്ങൾ. ഡേ സെലിബ്രേഷനായിട്ടും ഒരുപാട് വർക്കുകൾ വരുമ്പോൾ നമ്മൾ വിചാരിച്ചിടത്തേക്കൊന്നും കുട്ടികളെ കൊണ്ട് ഈ അവാർഡ് വിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒട്ടും മാഡത്തിന് ഒഴിവുണ്ടായിട്ടില്ല. അത് ഭയങ്കര വേറൊരു വല്ലാത്ത ലോകത്തെ കൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അത് പിന്നെ ഒരു 2 മാസമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. എന്നാലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ അംഗീകാരങ്ങളും കൂടുതൽ അവസരങ്ങളും ഇനി സിനിമാ മേഖലയിലും നാടക മേഖലയിലും ഒക്കെ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ കൂടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മാഡത്തിനും കുടുംബത്തിനും ഹൃദ്യമായ ഒരു ഓണാശംസകൾ നേരുന്നു. ഈ ഒരു അവസരത്തിൽ ഏറെ തിരക്ക് പിടിച്ചൊരു സമയത്താണ് മാഡം അവാർഡൊക്കെ വിൻ ചെയ്ത് നിരവധി അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തും ഞങ്ങൾക്ക് അല്പനേരം സംസാരിക്കാനും സംവദിക്കാനും അവസരം തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിപ്പെടുന്നു. ഒരിക്കൽ കൂടി മാഡത്തിനും കുടുംബത്തിനും ഓണാശംസകൾ നേരുന്നു. നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മലബാർ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.